എങ്ങനെയാണ് അതിൻ്റെ YP എഴുതേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തോ? Okay, so write down the question. Solve the non-homogeneous equation y double dash minus 3y dash plus 2y equal to 4x plus a raised to 3x. കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, so solve the non-homogeneous equation y double dash minus 3y dash plus 2y equal to 4x plus a raised to 3x. Okay, so this is the question. This is a non-homogeneous differential equation. ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ, അല്ല, വി ഹാവ് ടു ഫൈൻഡ് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ ഓഫ് ദിസ് non-homogeneous equation. So here ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? YH കണ്ടുപിടിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ദി YP. സോ YP ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ? ഹിയർ YP നമ്മൾ R(x) നോക്കിയിട്ടാണല്ലോ YP ചെയ്യുന്നത്. സോ ഹിയർ R(x) is equal to 4x plus e raised to 3x. ഓക്കെ, സോ YP is equal to YP നമ്മൾ ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത്? ദിസ് 4x, ഈ 4x എന്ത് ഫംഗ്ഷനാണ്? R(x) എന്ന് പറയുന്നത് നമുക്ക് ഇത്ര നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ജസ്റ്റ് ഒറ്റ ഒരു ടേം ആയിട്ട് തന്നിട്ടുള്ളത്. ബട്ട് ഹിയർ ഇറ്റ് ഇസ് 2 ടേം. Okay, here R(x) has 2 terms, 4x and e raised to 3x. So you have to find the YP of 4x and the YP of e raised to 3x. 4x എന്ന് പറയുമ്പം ഇത് ഏത് ടൈപ്പ് ഇക്വേഷനാണ്? ഏത് ടൈപ്പാണിത് 4x? ആർക്ക് പറയാൻ പറ്റുക? 4x എന്ന് പറയുമ്പോൾ അതിൻ്റെ YP നമ്മൾ എഴുതണ്ടേ? അപ്പോൾ ഇത് ഏത് ഫോമിലുള്ളത് 4x? എന്താ ശരിയാ? പോളിനോമിയൽ ആണ്. അത് എക്സ് മാത്രം വരുന്നതാണത്. സോ 4x ഇസ് പോളിനോമിയൽ. അപ്പം പോളിനോമിയലിൻ്റെ YP എഴുതുക. 4 നമ്മൾ കെയർ ചെയ്യേണ്ട, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ YP എഴുതുക. പ്ലസ് e raised to 3x അല്ല, ഇതാ e raised to 3x എന്ന് പറയുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ YP എഴുതുക. സോ ഹിയർ 4x എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ആയതുകൊണ്ട് ദ ഹയസ്റ്റ് പവർ ഓഫ് ദിസ് x ഇസ് 1 അല്ലേ? സോ 1 ആകുമ്പം x raised to 1 ആണ് ഇവിടെ. അപ്പോൾ 1 ആകുമ്പോൾ നമ്മൾ പോളിനോമിയലിൻ്റെ എങ്ങനെ എഴുതുക? k1x പ്ലസ് k0. ഓക്കെ, 1 ആകുമ്പോൾ k1 തുടങ്ങട്ടെ, k1x raised to 1 വരും പ്ലസ് k0 പ്ലസ് e raised to 3xൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP ഇസ് c e raised to 3x. സോ YP നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. You have to find YP dash, YP double dash, and after that substitute these all values in your given differential equation and compare the coefficients, and you will get what the constants k1, k0 and c. Okay, എന്നിട്ട് YP എഴുതിയിട്ട് സൊല്യൂഷൻ എഴുതുക. ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ചെയ്തേ, ഒറ്റക്കൊന്ന് ചെയ്ത് നോക്ക്. ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയട്ടോ.
വൈച്ച് കിട്ടിയോ? ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചെയ്യുമ്പോഴേ? ഓക്കെ, നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പറ. ആൻസർ കിട്ടിയ ആർക്കെങ്കിലും? C is equal to 1 by 2, K1 is equal to 2 and K0 is equal to 3. C equal to 1 by 2, K1 equal to 2 and K0 equal to 3. After substituting this yp double dash yp dash and yp in your given differential equation, you will get this equation: 9c e raised to 3x minus 3k1 minus 9c e raised to 3x plus 2k1x plus 2k0 plus 2c e raised to 3x is equal to 4x plus e raised to 3x. Now you have to compare the coefficients. അപ്പം എക്സ് വരുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെ ടേംസ് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് നമുക്ക് കമ്പയർ ചെയ്യണം. സോ ഹിയർ വി ഹാവ് എക്സിൻ്റെ ഈ ഒരു ടേമിൽ വരുന്ന എക്സിൻ്റെ ടേം ഇതാ ഇ റേസ് ടു 3x. സോ ഇ റേസ് ടു 3xൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ കമ്പയർ ചെയ്യണം. And this term, it is a constant term which does not contain any x. Okay, x illata terms ഒക്കെ എന്താണ് constant terms. So you have to compare constant terms. Okay, then this is again e raised to 3x and this is x. So you have to compare what x, coefficient of x നിങ്ങൾ compare ചെയ്യണം. And this is again constant function, already പറഞ്ഞു e raised to 3x. അപ്പോൾ ഇവിടെ 3 രീതിയിലാണ് വരുന്നത്. One is e raised to 3x and the other is x and the other is constant. So you have to compare the coefficient of e raised to 3x on both sides and x and the constant function. അപ്പം ആ 3 കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. Got it now? കിട്ടിയോ ആർക്കെങ്കിലും ആൻസർ? ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? ഡൗട്ട് ഉണ്ടോ ചെയ്യുന്ന സമയത്ത്? കിട്ടിയോ? പറഞ്ഞ ആർക്കൊക്കെ കിട്ടിയെന്ന് പറ. ആദ്ര യെസ് മാം. കിട്ടിയോ മോളെ? ആ കിട്ടി. ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതിയോ? ആ എഴുതി. ഓക്കെ ഓക്കെ. അപ്പം സരിക്ക് കിട്ടി. വേറെ ആർക്ക് കിട്ടിയേ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടിയല്ലേ? ഓക്കെ. സോ കിട്ടാത്തവർ ഒന്ന് ചെയ്യുക, ആ പ്രോബ്ലം പിന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു പ്രോബ്ലമാണ്, അത് നിങ്ങൾ എഴുതിക്കോ. നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്യാം പ്രോബ്ലം. ഓക്കെ,
find the general solution of d square minus 16i y equal to 9.6 e raised to 4x plus 30 e raised to x. Okay, so this is the question. Find the general solution of d square minus 16i into y equal to 9.6 e raised to 4x plus 10 e raised to x. So you have to solve this problem. അപ്പോൾ നിങ്ങൾ ഈ ഡി സ്ക്വയറിനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതെന്താ, നമ്മൾ ഈ എഴുതിയ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ രൂപത്തിൽ എഴുതി, ഡി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിൻ്റെ ഫോമിൽ എഴുതിയിരിക്കുന്നതായത് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. So the equation is d square minus 16i into y is equal to 9.6 e raised to 4x plus 30 e raised to x. Okay, so ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ വൈനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? ഡി സ്ക്വയർ വൈ എന്ന് വരും. മൈനസ് 16i into y is y. 16y, i means identity function. അപ്പോൾ ഇത് 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, is equal to 9.6 e raised to 4x plus 30 e raised to x. അപ്പം ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ, വൈ ഡബിൾ ഡാഷ് ആണ് ഇത്. മൈനസ് 16y ഈക്വൽ ടു 9.6 e raised to 4x plus 30 e raised to x. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ഫോം ആയില്ലേ? y double dash minus 16y equal to 9.6 e raised to 4x plus 30 e raised to x. So this is a non-homogeneous second order differential equation. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങളിങ്ങനെ ഡി സ്ക്വയർ എന്ന് കണ്ടല്ലോ, ടെൻഷൻ അടിക്കേണ്ട. ക്വസ്റ്റ്യനിൽ ഡി സ്ക്വയർ ആണെങ്കിൽ അതെന്താണ്? വൈ ഡബിൾ ഡാഷ് ആണെന്ന് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിനെ ഇങ്ങനത്തേക്ക് നിങ്ങൾ മാറ്റി എഴുതുക. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. അപ്പോൾ നമ്മളെങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുക? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് വൈ എച്ച് അല്ലേ? നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദി വൈ എച്ച്. സോ വൈ എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. So the corresponding homogeneous equation is what? Y double dash minus 16y equal to 0. So the characteristic equation is, നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. Y lambda square minus 16 is equal to 0. So lambda square is equal to 16. Lambda is equal to plus or minus root 16, which is equal to plus or minus 4. അപ്പം lambda 1 is equal to 4 and lambda 2 is equal to negative 4. Therefore, the general solution YH is equal to C1 e raised to 4x plus C2 e raised to minus 4x. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ വൈ എച്ച് കിട്ടി, ജനറൽ സൊല്യൂഷൻ കിട്ടി. ഓക്കെ, വൈ എച്ച് ഇസ് ഈക്വൽ ടു C1 e raised to 4x plus C2 e raised to minus 4x. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല്ലേ? ഓക്കെ, സോ നൗ വി ഹാവ് ടു ഫൈൻഡ് വാട്ട്? ദി YP. Okay, ഇത് നിങ്ങൾ ചെയ്തില്ലേ? ഓക്കെ, then YP എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഹിയർ R of x is equal to what? R of x is equal to 9.6 e raised to 4x plus 30 e raised to x. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതണം? ഇതിൻ്റെ YP എഴുതണം. സോ YP ഇസ് ഈക്വൽ ടു, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് YH എന്താ കിട്ടിയിട്ടുള്ളത്? YH ഇസ് ഈക്വൽ ടു C1 e raised to 4x plus C2 e raised to minus 4x. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു.
അപ്പോൾ ഇവിടെ വൈ എച്ചിൻ്റെ ടേംസ് എന്തൊക്കെയാണ്? ഇ റേസ് ടു 4x ആൻഡ് ഇ റേസ് ടു മൈനസ് 4x. ഓക്കെ, ഇഫ് യുവർ ആർ ഓഫ് എക്സ് കണ്ടെയ്ൻസ് any of these terms in YH. ഓക്കെ, അപ്പം ആർ ഓഫ് എക്സിൽ ഈ വൈ എച്ചിലുള്ള ഈ രണ്ട് ടേമിൽ ആരെങ്കിലും ഒരാൾ വരുന്നതാണെങ്കിൽ, വന്നല്ലോ ഇവിടെ ഇ റേസ് ടു 4x ഉണ്ട്, നിങ്ങൾ ആർ ഓഫ് എക്സിലും ഇ റേസ് ടു 4x ഉണ്ട്. ഓക്കെ, ഇവിടെ ആർ റേസ് ടു ഏത് ടേമിലാണ് ഉള്ളത് നോക്കുക, ഇതാ ഇവിടെ ഇ റേസ് ടു 4x വന്നു. അപ്പം അങ്ങനെ എന്താ ടേം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ, അതായത് സൊല്യൂഷൻ തന്നെ ആർ ഓഫ് എക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ എക്സ് ഓർ എക്സ് സ്ക്വയർ. എക്സ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ആണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സ് എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് 2 റൂട്ട്സ് ആകുമ്പോൾ, 2 റൂട്ട് ഉണ്ടാകുമ്പോൾ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു റൂട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര റൂട്ടാണ് കിട്ടിയത്? നമ്മൾ വൈ എച്ച് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 2 റൂട്ടാണ് കിട്ടിയത്, 4ഉം -4ഉം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? വൈ പി എഴുതുമ്പം ഇ റേസ് ടു 4x ഓൾറെഡി വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ വൈ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ഇ റേസ് ടു 4x ആയിരുന്നു വേണ്ടത്. പക്ഷേ ഈ 4x എന്താണ്? സൊല്യൂഷൻ തന്നെ ആയതുകൊണ്ട് യു ഹാവ് ടു മൾട്ടിപ്ലൈ എൻ എക്സ്. ഓക്കെ, എക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, കാരണം 2 റൂട്ട് ആകുമ്പോൾ എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ഇവിടെ എന്താ വരിക? ഇവിടെ ഒന്നുമില്ല, റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇവിടെ സി ഇ റേസ് ടു എക്സ് എന്ന് വരും. പക്ഷെ ഇവിടെ നമുക്ക് സി എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മളൊരു കോൺസ്റ്റന്റ് എടുത്തല്ലോ സി. അപ്പം നമുക്ക് 2 കോൺസ്റ്റന്റ് വന്നിട്ട് നമുക്ക് ഒന്നിന് C1 എന്നും ഒന്നിന് C2 എന്നും, C1 ഉം C2 ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സി ആണെങ്കിൽ ഇതിനെ നമുക്ക് എം എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടും 2 കോൺസ്റ്റൻസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വൈ പി ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ വൈ എച്ച് കണ്ടുപിടിച്ചു. സോ വൈ എച്ച് ഇസ് ഈക്വൽ ടു C1 ഇ റേസ് ടു 4x പ്ലസ് C2 ഇ റേസ് ടു -4x. ഓക്കെ, ആൻഡ് now we have to find YP. So here R of x is equal to 9.6 e raised to 4x plus 30 e raised to x. So this R of x contains a solution a raised to 4x. Okay, then this homogeneous equation contains 2 roots, so you have to multiply x here. Okay, so yp is equal to c x into e raised to 4x plus m into e raised to x. Now you have to find what the c and m. ഇനി നമ്മൾ ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ yp ഡാഷും yp ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിച്ചിട്ട് സിയും എമ്മും കണ്ടുപിടിക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ആ പ്രോബ്ലം നമ്മൾ ഫുൾ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ മക്കളെ നമ്മൾ ക്ലാസ് നീങ്ങൂല. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ നാളെ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, ആൻസർ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ. ആൻസർ ഞാൻ തരാം, ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഓക്കെ, നാളെ എന്തായാലും പറയണം കേട്ടോ, ആൻസർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ദി ആൻസർ ഇസ് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയാണ് കിട്ടേണ്ടത്. y is equal to c1 e raised to 4x plus c2 e raised to -4x plus 1.2 x e raised to 4x minus 2 e raised to x. ഓക്കെ, അതായത് സിൻ്റെ വാല്യൂ 1.2 എമ്മിൻ്റെ വാല്യൂ -2 ആയിരിക്കും കിട്ടുക. നിങ്ങൾ ആ കോഎഫിഷ്യൻസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ ഇത് നിങ്ങൾക്ക് കിട്ടണം. ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, നൗ അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻ്റ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു മെത്തേഡ് കൂടിയാണ് പഠിക്കാനുള്ളത്. അത് എളുപ്പമാണ്, അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് YP, അതായത് this
method is also for finding the solution of non-homogeneous differential equation. Okay, so again the solution is always what? Y is equal to YH plus YP. അങ്ങനെ തന്നെയായിരിക്കും സൊല്യൂഷൻ ഉണ്ടാവുക. ഏത് മെത്തേഡിൽ നമ്മൾ ചെയ്താലും അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താണ്? Y is equal to YH plus YP. അവിടെയും നമ്മൾ YH നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ചെയ്യുക. Write the corresponding homogeneous equation and find its solution, then you will get YH. And YP കണ്ടുപിടിക്കാനാണ് ആക്ച്വലി രണ്ട് മെത്തേഡ് നമുക്കുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മെത്തേഡിൽ YP കണ്ടുപിടിച്ചു, പഠിച്ചു എങ്ങനെയാണ് YP കണ്ടുപിടിക്കുക എന്നുള്ളത്. അഗെയിൻ ദി നെക്സ്റ്റ് മെത്തേഡ് ഈസ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ടാബിളോ കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് YP കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്ത അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ശ്രദ്ധിക്കുക. മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഇതാ. നിങ്ങൾ ഈ YPൻ്റെ ഫോർമുല കണ്ടോ? ഈ ഫോർമുല മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. YH നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. ആൻഡ് YP ഈസ് ഈക്വൽ ടു മൈനസ് Y1 ഇൻറ്റു ഇൻറ്റഗ്രൽ Y2 ഇൻറ്റു R ഡിവൈഡഡ് ബൈ W dx പ്ലസ് Y2 ഇൻറ്റു ഇൻറ്റഗ്രൽ Y1 R ഡിവൈഡഡ് ബൈ W ഇൻറ്റു dx. Okay, so this is the formula for finding the particular solution YP. അപ്പോൾ ഈ Y1 Y2 ഒക്കെ എന്താണെന്നല്ലേ നമ്മൾ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ. ഓക്കെ, YH. സോ ആ YHൽ വരുന്ന അതിൻ്റെ ബേസിസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. നമ്മൾ ആ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് C1ൻ്റെ കൂടെയുള്ള ടേം Y1 ആയിട്ട് എടുക്കുക, C2ൻ്റെ കൂടെയുള്ള ടേമിനെ നമ്മൾ Y2 ആയിട്ട് എടുക്കുക. സോ അതാണ് ഈ ഒരു Y1 Y2. ഓക്കെ, so by solving the equation, a homogeneous equation, you will get Y1 and Y2. And R എന്ന് പറഞ്ഞാൽ R of X. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു റൈറ്റ് സൈഡിലുള്ള ആ ഒരു നോൺ സീറോ ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടെയും R of X എന്ന് വിളിക്കുന്നത്. ഡിവൈഡഡ് ബൈ W. സോ ദിസ് W ഈസ് ദി റോൺസ്കിയൻ ഓഫ് Y1 ആൻഡ് Y2. ഓക്കെ, നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് Y1 ഉം Y2 ഉം കിട്ടും. സോ Y1 Y2 കിട്ടിയാൽ ആ Y1 Y2ൻ്റെ റോൺസ്കിയൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് W ഈസ് വാട്ട്? ദി റോൺസ്കിയൻ ഓഫ് ദറ്റ് Y1 ആൻഡ് Y2. അപ്പോൾ Y1 എന്താണെന്ന് നമുക്ക് മനസ്സിലായി, Y2 എന്താണെന്നറിയാം, R എന്താണെന്നറിയാം, W എന്താണെന്നറിയാം. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് YP. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. മനസ്സിലായോ? ഇത്ര മാത്രമേ ഉള്ളൂ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ആ ഒരു YP കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ പഠിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, നൗ ലിസൺ ടു ദി ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ്, നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയെടുക്കുക. സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y is equal to sec x യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയത്. സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു sec x യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. Solve the differential equation y double dash plus y is equal to sec x using method of variation of parameter. So first we have to find what YH. Okay, so YH കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? Change this equation into homogeneous, then you will get y double dash plus y equal to 0. Write the characteristic equation, that is lambda square plus 1 is equal to 0. Then lambda square is equal to minus 1. And lambda is equal to plus or minus root minus 1, that is plus or minus I. Okay.
കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് റൂട്ട് വരുന്നത്. സോ കോംപ്ലക്സ് ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻ എഴുതുക ചെയ്യുക. സോ വൈ എച്ച് ഇസ് ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. ഇവിടെ എന്താണ്, പി ഇസ് ഈക്വൽ ടു 0 ആണ്, ക്യൂ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ നിങ്ങൾ ആ ജനറൽ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തു, പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ചോദിക്കും. ഓക്കെ, സോ വൈ എച്ച് വരെ എഴുതും. അപ്പം നമുക്ക് വൈ എച്ച് എന്ത് കിട്ടി? വൈ എച്ച് ഇസ് ഈക്വൽ ടു എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ്. ഓക്കെ, സ്റ്റെപ്പ് 2 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് വൈ പി. ഓക്കെ, സോ വൈ പി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? നമുക്ക് എല്ലാ കാര്യങ്ങളും വൈ പിൻ്റെ ഫോർമുലയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതണം. സോ ഹിയർ y1 എന്താണെന്നറിയണം, y2 എന്താണെന്നറിയണം, റോൺസ്കിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ആർ ഓഫ് എക്സ് എന്താണെന്നറിയണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ ഹിയർ this is the solution of a homogeneous equation. Then y1 is cos x and y2 is sin x. നിങ്ങളെ ഹോമോജീനിയസ് ഇക്വേഷനിൽ 2 കോൺസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ആ ഓരോ കോൺസ്റ്റൻറ്റിൻ്റെയും കൂടെയുള്ള ആളെയാണ് നമ്മൾ y1 y2 ആയിട്ട് എടുക്കേണ്ടത്. സോ ആദ്യത്തെ കോൺസ്റ്റൻറ്റ് ഇവിടെ എ ആണ്. എൻ്റെ കൂടെയുള്ളത് ആരാ? കോസ് എക്സ്. സോ y1 is equal to cos x. And here y2 is equal to what? Sin x. Okay. Then Wronskian of y1 y2 means what? Determinant. Wronskian എങ്ങനെ കണ്ടുപിടിക്കുക? y1 y2 y1 dash y2 dash, which is equal to determinant cos x sin x, then derivative of cos x is minus sin x, and derivative of sin x is cos x, which is equal to cos x into cos x, cos square x, minus sin x into sin x minus sin square x, which is equal to cos square x plus sin square x, and which is equal to 1. So Wronskian നമുക്ക് എന്താണെന്ന് കിട്ടി? 1 ആണ് എന്ന് കിട്ടി. Okay, and r of x is what? sec x. So r of x is sec x. അപ്പോൾ വൈ പി കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്? ഇത്രയും പറഞ്ഞത് വരെ മനസ്സിലായി ഈ മെത്തേഡ്? ആദ്യം വൈ എച്ച് കണ്ടുപിടിച്ചു. Now you have to find YH so that we write y1 y2 Wronskian and r of x. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താ നോക്കണ്ടേ? നമുക്കിനി ആ വൈപ്പിൻ്റെ ഫോർമുലയിലോട്ടേക്ക് ഇട്ടിട്ട് അത് കണ്ടുപിടിക്കാം. ഇനി നിങ്ങളിത് ചെയ്യാം. So yp is equal to minus y1 into y2 into r divided by Wronskian dx plus y2 into integral y1 r divided by w into dx. ഈ ഫോർമുല അതുപോലെ തന്നെ എഴുതുക. ഈ ഫോർമുല പഠിക്കാൻ നല്ല എളുപ്പമാണ്. ആദ്യം y1 വരും. y1 പുറത്തെങ്കിൽ ഉള്ളിൽ y2, ബാക്കി ആറും w തന്നെ താഴ്മേലെ. ആൻഡ് ഹിയർ ഓൾസോ y2 ആണ് ഇവിടെയെങ്കിൽ y1 is inside this integral. ഓക്കെ, സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. ഫുൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. Now you have to substitute all these values. Minus y1 is cos x. So minus cos x integral y2 means sin x into r is sec x divided by Wronskian is 1 dx plus sin x into integral y1 is again cos x, then this is sec x by 1 dx. Now minus cos x into integral. ഇനി ഇതിനും പരമാവധി നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, സൈൻ എക്സ് ആണിത്. സീക്ക് എക്സ് മീൻസ് വാട്ട്? 1 ബൈ കോസ് എക്സ് അല്ലേ? സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആ. സീക്ക് എക്സ് ഇങ്ങനത്തെല്ലാം കാണുമ്പോൾ നമ്മൾ മാറ്റി എഴുതുക. നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. ഓക്കെ, സോ സൈൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് മീൻസ് 1 ബൈ കോസ് എക്സ് ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എഗെയിൻ സീക്ക് എക്സിന് പകരം നമ്മൾ 1 ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ദെൻ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ sin x by cos x എന്താ വരിക?
ടാൻ എക്സ് ആണ്. ഓക്കെ, ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സും ക്യാൻസൽ ആയിട്ട് 1 ഡി എക്സ് എന്ന് വരും. നൗ മൈനസ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, മൈനസ് ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ്. ഇനി നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ യു ബൈ വി മെത്തേഡിൽ ചെയ്താൽ മതി. യു ഇസ് ഈക്വൽ ടു എന്താണ് സൈൻ എക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ല കോസ് എക്സ് യു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ കിട്ടും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് നമുക്ക് ടാൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ അറിയാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. ഇൻറ്റഗ്രൽ ഓഫ് ടാൻ എക്സ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ 1 ഇസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ് എക്സ് ഇൻറ്റു ഈ മൈനസും പോയിട്ട് കോസ് എക്സ് ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും, വൈ പി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദെൻ ആ ജനറൽ സൊല്യൂഷൻ ഇസ് വാട്ട്, വൈ ഇസ് ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി എന്ന് വരും. ദാറ്റ് ഇസ് വൈ എച്ച് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ആണ്, പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ്. ഓക്കെ, വൈ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വൈ പി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. ഇത്ര എഴുതിയാൽ തന്നെ ആൻസർ ആണ്. പിന്നെയും നമുക്കതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ കോസ് എക്സിൻ്റെയും ടേമിനെ നമുക്ക് ഒരുമിച്ചിട്ട് എടുക്കാം. ഓക്കെ, സോ കോസ് എക്സ് ഹിയർ കോഎഫിഷ്യന്റ് ഈസ് എ, ദറ്റ് ഈസ് എ പ്ലസ് ലോഗ് മോഡുലസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈനിൻ്റെ ടേം ഒന്നിച്ച് എഴുതുമ്പോൾ ബി പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് ദി ആൻസർ. Is that clear? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡയറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത് ഒന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓയിലർ കോഷി ഇക്വേഷൻ നമ്മൾ ഇത്ര സമയം ചെയ്ത കംപ്ലീറ്റ് എന്താ, നോൺ ഹോമോജീനിയസിൻ്റെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വരുന്ന, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വരുന്ന ഇക്വേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഓയിലർ കോഷി വന്നാൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? വ്യത്യാസം മീൻസ് നമുക്ക് ചെയ്യുന്ന ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ടോ, solve the following non-homogeneous Euler-Cauchy equation. Okay, so idenda x square y double dash minus 4x y dash plus 6y equal to 21x raised to minus 4. So this is a non-homogeneous equation and idinte left side ningal nokku idoru Euler-Cauchy equation aanu. So this is non-homogeneous Euler-Cauchy equation. Okay, wait. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വാട്ട്, വി ഹാവ് ടു ഫൈൻഡ് വൈ എച്ച് ഹോമോജീനിയസ് കണ്ടുപിടിക്കുക. ദറ്റ് മീൻസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 4x y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് 0 ആക്കുക. ദെൻ യു വിൽ ഗെറ്റ് വാട്ട്, ഓയിലർ കോഷി ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. നൗ ഓയിലർ കോഷീൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങളത് സോൾവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റൂട്ട്സ് കിട്ടും. അഗെയിൻ ഓയിലർ കോഷ്യൻ്റെ റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം സാധാരണ എഴുതുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ എഴുതുക. ഓക്കെ, സൊല്യൂഷൻ എഴുതുക. അപ്പം വൈ എച്ച് നിങ്ങൾക്ക് കിട്ടും. അതായത് ഓയിലർ കോഷ്യ സോൾവ് ചെയ്തിട്ട് സാധാരണ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എഴുതുന്ന പോലെ തന്നെ റൂട്ട്സ് നോക്കിയിട്ട് യു ഹാവ് ടു റൈറ്റ് ദി സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് C1x³ പ്ലസ് C2x² എന്നാണ് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടെയ്ൻസ് 2 values 3 and 2. So the solution is C1x³ plus C2x². ഓക്കെ, സോ ഹിയർ ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുക. വൈ പി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്, നമുക്ക് റോൺസ്കിയൻ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് റോൺസ്കിയൻ യു വാണ്ട് y1 and y2 and here y1 is equal to x³ and y2 is equal to x². അപ്പം നിങ്ങൾ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. ഇനി ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ ഇത്ര സമയം നമ്മൾ ചെയ്ത കേസിലൊക്കെ R(x) എന്താ, R(x) എപ്പോഴും തന്ന ഈ R(x) തന്നെയാണ് നമ്മൾ എടുക്കല്. പക്ഷെ ഓയിലർ കോഷി ആവുന്ന സമയത്ത് R(x) എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഓയിലർ കോഷ്യൻ്റെ കോയഫിഷ്യൻ്റ് എന്താ വൈ ഡബിൾ ഡാഷിൻ്റെ എക്സ് സ്ക്വയർ അല്ലേ. ആ എക്സ് സ്ക്വയറിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും നമ്മൾ അറിയാണ്ട് തെറ്റിക്കുന്ന ഒരു കാര്യം ഇത്. ഓക്കെ, ഓയിലർ കോഷ്യ ആകുമ്പോൾ മാത്രമേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളൂ, വേറെ ഒരു കേസിലും ഇത് വരുന്നില്ല. ഓയിലർ കോഷ്യ ആവുന്ന കേസിൽ നമ്മൾ വൈ പി കണ്ടുപിടിക്കുമ്പം ആർ ഓഫ് എക്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് തന്ന ആർ ഓഫ് എക്സ് എഴുതാൻ പാടില്ല. അതിന് പകരം തന്ന ആർ ഓഫ് എക്സിനെ എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ആർ ഓഫ് എക്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ ഓയിലർ കോഷ്യ വരുമ്പോഴുള്ള സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ക്ലിയർ ആണോ? അപ്പോൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താ, ഒന്ന് വൈ എച്ച് കണ്ടുപിടിക്കുമ്പോൾ ഓയിലർ കോഷ്യൻ്റെ സൊല്യൂഷൻ കാണുന്ന പോലെ കാണുക, പിന്നെ ഈ വൈ പി കണ്ടുപിടിക്കുന്ന സമയത്ത് ആർ ഓഫ് എക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ഒറ്റക്ക് ചെയ്യുക. ഇതും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. സോ ഇത് രണ്ടും നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കിട്ടുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെയ്തോ, നിങ്ങളെ പ്രോബ്ലം നിങ്ങൾ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ എഴുതിയില്ലേ, ഒന്ന് ചെയ്ത് നോക്കാം. ആദ്ര, Present, ma'am. അഭിജിത്ത് കെ, Present, ma'am. അഭിജിത്ത് കെ പി, Present, ma'am. അഭിരാഗ്, Present, ma'am. അബിൻ, Present, ma'am. ആദിത്യ, Present, ma'am. അദ്വൈത, Present, ma'am. അഫ്ര, അക്ഷയ, അക്ഷയ, അമൽ, Present, ma'am. അമാന, Present, ma'am. അമയ, Present, ma'am. അംഗിത, Present, ma'am. അനന്യ, Present, ma'am. അനുശ്രീ, Present, ma'am. അനുശ്രീ വി, Present, ma'am. അക്ഷയ ഉണ്ടല്ലേ, അൻവയ, Present, ma'am. ആര്യ, Present, ma'am. അതുൽ, Present, ma'am. അതുൽ ആൻഡ് വിനോദ്, Present, ma'am. ചന്ദന, Present, ma'am. ദിയ, Present, ma'am. ദിയ ടി എം, Present, ma'am. ഫർഹാന, Present, ma'am. ജുമിന, Present, ma'am. റിൻസി, ഫിദ ഫാത്തിമ, Present, ma'am. ഹിബ, Present, ma'am. ഹുസ്ന, Present, ma'am. ജയദീപ്, Present, ma'am. ഖദീജ, Present, ma'am. റെയ്ഹാൻ, മുഹമ്മദ് റെയ്ഹാൻ, Present. സഹീൻ, മുഹമ്മദ് സഹീൻ, ഫസൽ, മുഹമ്മദ് ഷാസ്, Present, ma'am. നന്ദന,
Present, ma'am. Rutul, Present, ma'am. Rakil, Present, ma'am. Rania, Rania, Rishal, Rishal, Present, ma'am. Safila, Present, ma'am. Sarika, Present, ma'am. Saina, Present, ma'am. Sikta, Sneha, Present, ma'am. Surya, Suryananda, Vinaya, Present, ma'am. so the absent is Suryananda, then Rania, Faisal. Okay. Thank you.